മുത്തല്ലിമീങ്ങൾ നിബന്ധനയാണ്. നിങ്ങൾ കുട്ടികളെ വരാൻ പാടുള്ളൂ. നിങ്ങൾ തന്താരണ ഒന്നോളിന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഇവിടെ ഉണ്ടായത്? നിങ്ങൾ മുഴുവൻ മൗലവിമാരെയും പുല്ലുകും മച്ചുമഴുവൻ കൊണ്ടുവന്നോളൂ, പൊന്നാനിയിൽ ഞങ്ങൾ ചരിത്രം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ചർച്ച എന്താണോ? ഇവിടെ ആയത്തോ ഓതിയത്, ഭാരതമല്ല വായിച്ചത്, ആയത്തോ ഓതിയത്. മുപ്പരതിനോട് അടുക്കുള്ള ശ്രദ്ധിക്കണ്ട ജനങ്ങളെ. നിങ്ങള് ഉള്ളൂറിനോട് അടുക്കാൻ മൂപ്പർക്ക് പേടി, അടിച്ചാട് പോവും. അതാ മുതലാളിക്ക് പറ്റിയത്. അനീഫ കായക്കുടിക്കേ അതാ പറ്റിയത്. അപ്പൊ അടിച്ചു പോവും. ആണെന്നുണ്ടെങ്കിൽ നിർദ്ദേശം കൊടുത്തോ, ഉള്ളൂറിനെ പറഞ്ഞാൽ ദയവ് ചെയ്ത് തൊട്ടു പോരുത് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞിട്ട് കൂടിക്കൊണ്ടി ഉള്ളൂറിനമ്മ മൗലവി തൊട്ടു പോകരുത്. നിങ്ങൾ റോട്ടുമ്മക്ക് ഇറങ്ങി അനീഫ കായക്കുടി കാണണം നോക്കിക്കോളി. നിങ്ങളെ തച്ചുകൊല്ലും മൂപ്പര്. ഈ പറഞ്ഞ ആദർശം മുഴുവനും പൊളിച്ചെടുക്കാൻ വേണ്ടി കുട്ടികളെ മുന്നിൽ നിങ്ങളെ ജീവിതത്തിൽ മൗലവി നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആദാബാണിത്. മാത്രമേ കിതാബ് തിരിയെന്നുള്ള അഹങ്കാരം ഉണ്ടല്ലോ, അന്ന് ഇവിടെ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ വന്നോളൂ, ഞാൻ കോഴിക്കോടാ കേട്ടോ. വേറെ ഓതി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കിതാബ് പഠിച്ചാൽ അങ്ങോട്ട് വന്നോ, ഓതിനെ തരാം. നിങ്ങൾക്ക് വലിയ ആനത്തലങ്ങൾ തുറപ്പായിട്ട് വന്നോ. എൻ്റെ ക്വാളിഫിക്കേഷൻ സമസ്തയുടെ 3ാം ക്ലാസ് മദ്രസ് അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതുവരെ കോളേജ് കണ്ടിട്ടില്ല, ഒരു പള്ളി ദർസിലും പോയിട്ടില്ല. അങ്ങനെ തന്നെയാണ്. ഇദ്ദേഹം അറബി കോളേജിൽ പോയിട്ടുണ്ട്, മുഴുവനാക്കാതെ തിരിച്ചു വന്നിട്ടുമുണ്ട്. യാ നബി സലാം അലൈകാ യാ റസൂൽ സലാം അലൈകാ യാ നബി സലാം അലൈകാ യാ റസൂൽ സലാം അലൈകാ കാബെ के बदरू दुजा तुम पे करोड़ों दुरूद तैबा के शम्शो दुहा तुम पे करोड़ों दुरूद अल्लाह 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 अल्लाह. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ചോദ്യോത്തര സെഷൻ ആരംഭിക്കുകയാണ്. ഇതിൽ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് ഇസ്തിഗാസ നടത്തൽ അനുവദനീയമാണെന്ന് സ്ഥാപിക്കാൻ സമസ്തക്കാർ ചില വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. മനസ്സിലായി? ഇവയിൽ ഏതെങ്കിലും ഒരു സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് പ്രസ്തുത സൂക്തം നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടാമെന്നതിന് തെളിവാക്കാമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്താമെന്നോ പറഞ്ഞ പ്രാമാണികരും പൗരാണികരുമായ ഏതെങ്കിലും ഒരു മുഫസ്സിറിൻ്റെയോ ഇമാമിൻ്റെയോ ഒരു ഉദ്ധരണി ഉദ്ധരിച്ച് വിശദീകരിക്കുക. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടുന്നത് അനുവദനീയമാണ് എന്നതിന് ധാരാളം സൂക്തങ്ങൾ പലയിടങ്ങളിലായി നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടോ അല്ല ഇങ്ങനെ ഓതാറുണ്ട്. ഇവിടെ നിങ്ങൾ മറുപടി പറയേണ്ടത് പ്രസ്തുത സൂക്തങ്ങൾ ഏതെങ്കിലും ഒരു സൂക്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സൂക്തം ഇതാ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടാൻ ഈ സൂക്തം തെളിവാക്കാം, അതല്ലെങ്കിൽ ഈ സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയവരെ വിളിച്ച് തേടാം. അങ്ങനെ തന്നെ വേണം. നിങ്ങൾ ഒന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനോട് ഖിയാസാക്കേണ്ട മറുപടി ഒന്നും ഇവിടെ വേണ്ട. ഇവിടെ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ മതി. വ്യക്തമായിട്ടെന്താ ഇന്ന സൂക്തം, ഈ സൂക്തം മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടാൻ തെളിവാക്കാം എന്ന് ഏതെങ്കിലും ഒരു പ്രാമാണികനും പൗരാണികനുമായ മുഫസ്സിർ പറഞ്ഞ ഉദ്ധരണി തന്നെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി തആല അമ്മാ ബഅദ്. വളരെ ഉഷാറായിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ മുത്തല്ലിമീങ്ങളെ ഈ മൗലവിമാർ വിളിച്ചു വരുത്തി. എന്നിട്ട് എന്താ പറയാനുള്ളത്? മൂപ്പർക്ക് വിഷയം അവതരിപ്പിച്ചിട്ട് സമയം തീരുന്നില്ല. വള്ളംകുടിയോട് വള്ളംകുടി. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫുള്ള് പറഞ്ഞത് മക്കാ മുശ്രിക്കീങ്ങൾ ഒറ്റ തട്ട്. ആരെ കഥയും കളി പറയണത്? വ്യവസ്ഥ വായിക്കണം. വഫാത്തായി പോയ മഹാന്മാരോടുള്ള സഹായതട്ടം. മക്കാ മുശ്രിക്കീങ്ങൾ ഓലെ വിശ്വാസം എന്താന്നുള്ള അവിടെ ചർച്ച. നിങ്ങളെ 10-15 മിനിറ്റ് ഞങ്ങൾ ഒരൊറ്റ തട്ട്, ഇരട്ടക്കൊയിൽ തോക്കല്ല 40 കൊയിൽ തോക്കാം, ഒരൊറ്റ വെടി കൊണ്ടുപോടുന്നു. പിന്നെ മൂപ്പര് അനൗദ്യോഗിക ചർച്ച. അന്തേക്കൊക്കെ ഒരു പേടി, ഒരു പേടി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് എന്താണ്? അനീഫ കായക്കൂടി ചൂടാകുന്നുള്ളൊരു പേടി ഉണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്
ഭൗതികം അഭൗതികം അവിടേക്ക് നമ്മൾ പോണ്ടാന്ന്. കാരണം ഞങ്ങളെ 8ആക്കിയതും 10ആക്കിയതും കറുത്ത തണ്ട് പൊട്ടിയതുപോലെ ചിഹ്ന ഭിന്നമാക്കിയതും ആ ഭൗതികവും അഭൗതികവുമാണ്. അവിടെ ദയവ് ചെയ്ത് കുട്ടികളെ നിങ്ങൾ തുടരുത്. നിങ്ങളെ വിടാൻ കരുതിയില്ല, ഒരു ദയ നിങ്ങളോടില്ല. ചോദ്യം വളരെ കൃത്യം. എന്താ ചോദ്യം? വഫാത്തായി പോയ മുഹമ്മദ് നബി തങ്ങളടക്കമുള്ള മഹാന്മാർ, ആ മഹാന്മാരെ വിളിച്ചു തടാമെന്നതിന് പരിശുദ്ധ ഖുർആനിൽ നിന്നൊരായത്ത് പിടിച്ചോ. ആയത്ത് വളരെ വ്യക്തം. ഹവാസുൽ ഖംസി, പഞ്ചേന്ദ്രിയുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ച ജനങ്ങളെ. ഞങ്ങളൊക്കെ വിശ്വസിച്ചോല, ഞങ്ങൾ കേട്ടു. ലൂലു റായിന, നിങ്ങൾ റായിന എന്ന് പറയരുത് കേട്ടോ. ഏയ് അതബുകേടോടുകൂടെ റായിന എന്ന പ്രയോഗം മുത്തുനബിയോട് നിങ്ങൾ നടത്തരുത്. വഖൂലുൻദുർനാ, നിങ്ങൾ പറയൂ ഉൻദുർനാ യാ റസൂലല്ലാഹ്, ഓ നബിയേ അങ്ങയുടെ തിരുനോട്ടം ഞങ്ങളിലേക്കുണ്ടാവണേ എന്ന് പറയൂ മുഅ്മിനീങ്ങളെ. പരിശുദ്ധ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു, ആമന ആമന ആമനു, വിശ്വസിച്ച ജനങ്ങളെ. വാദണ്ടങ്ങൾക്ക് പറയുങ്ങള് ഇവിടെയുള്ള ഈ മുഴുവൻ വാദങ്ങളും കൊണ്ടുവന്നോ പൊളിച്ചെടുക്കും ഞങ്ങൾ. ഇനി ഇസ്തിഗാസ എന്നുള്ള പേര് പറഞ്ഞിട്ട്, ശിർക്ക് എന്നുള്ള പേര് പറഞ്ഞിട്ട് ഊര് തണ്ടാൻ പാടില്ല. ആയത്ത് വളരെ കൃത്യം. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റായിന, ഓ വിശ്വസിച്ച ജനങ്ങളെ നിങ്ങൾ റായിന എന്ന് അതബില്ലാത്ത പ്രയോഗം മുത്തുനബിയോട് നടത്തരുത്. നിങ്ങൾ എന്താ നടത്തേണ്ടത്? ഇസ്തിഗാസന്റെ ഫോർ എക്സാമ്പിൾ അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നു. വഖൂലുൻദുർനാ, ഉൻദുർനാ എന്ന് പറയൂ മുഅ്മിനീങ്ങളെ. ചോദിക്കട്ടെ, ഉൻദുർനാ യാ റസൂലല്ലാഹ്, ഓ മുത്തുനബിയെ അങ്ങയുടെ തിരുനോട്ടം ഞങ്ങളിലേക്കുണ്ടാവണേ എന്ന് പറയൽ കുഞ്ഞീത് മദനി കെട്ടിയ വരമ്പ് പ്രകാരം ശിർക്കോ തൗഹീദോ? പറയണം കെട്ടി. ഇന്ന് ഉൻദുർനാ യാ റസൂലല്ലാഹ് എന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഉൻദുർനാ യാ റസൂലല്ലാഹ് അങ്ങയുടെ തിരുനോട്ടം നബിയെ ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കോ തൗഹീദോ? പറഞ്ഞുകൂടി. ആയത്ത് വളരെ കൃത്യം. നിങ്ങൾ ചോദിച്ചു, ആയത്ത് ഉദ്ധരിക്കണം. ആർക്കും മനസ്സിലാകുന്ന കോലത്തിൽ യാതൊരു വിശദീകരണത്തിനും വകയില്ലാത്ത വിധം വ്യക്തം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് الذي أنعم علينا وهدانا إلى دين الإسلام. الصلاة والسلام على أشرف الأنام محمد وعلى آله وأصحابه المجاهدين في سبيل الله. ما بعد، يا أيها الذين آمنوا أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. الله خالق كل شيء عالم وهو المحيط بكل خلق ثاني وله العبادة لا شريك له بها هو وحده المخصوص بالإذعان. ബഹുമാനരായ സുഹൃത്തുക്കളെ, വളരെ രസകരമായ രീതിയിലാണ് നമ്മുടെ സമസ്തക്കാരുടെ പോക്ക്. ചോദ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ മൂപ്പർക്ക് തോന്നിയ പോലെ മറുപടി. പിന്നെ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർനാ. എന്താ നമ്മുടെ ചോദ്യം? എന്താ മുജാഹിദ് പക്ഷത്തിൻ്റെ ചോദ്യം? എന്താ? ആയത്ത് ഉദ്ധരിക്കാനല്ല, ആയത്ത് ഉദ്ധരിച്ച് ഇന്ന ആയത്ത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് തേടാനുള്ള തെളിവാണ് എന്ന് ആര് പറഞ്ഞു? ഞാൻ ചോദ്യം. ആ ചോദ്യം അത് വരുന്നില്ല. ആയത്ത് ഓതിയിട്ട് കാര്യമില്ല. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് തേടാനുള്ള തെളിവാണ് ഇത് എന്ന് ആര് പറഞ്ഞു എന്നാ? അതുകൊണ്ട് ആ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാം. പിന്നെ ഇവിടെ ചില പദക്കസർത്തുകളും ചില ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഇവിടെ നടത്തി. ഒന്ന്, എന്താ പറഞ്ഞത്? ഇസ്തിഗാസയെ സംബന്ധിച്ച് ഇബ്നു തൈമിയ വരുന്നത് വരെ ഇവിടെ ആരും വേണ്ടിയിട്ടില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇബ്നു തൈമിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ പറയണം.
പിന്നെ ഇബ്നു തൈമിയ്യക്ക് മുമ്പ് സുബിക്കല്ല, ഞാൻ വെല്ലുവിളിക്കുന്നു, ഇമാം സുബിക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറയുന്ന വാദം ആരാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് ഇവിടെ തെളിയിക്കേണ്ടതുണ്ട്. കിതാബ് സഹിതം ഇവിടെ കൊണ്ടുവരണം. കേട്ടോളൂ നിങ്ങൾ, ഞാൻ പറയട്ടെ. ഇവിടെ ഇസ്തിഗാസക്കെതിരെ ഇബ്നു തൈമിയ്യ വരുന്നതിന് മുമ്പ് ഇവിടെ ഇസ്തിഗാസയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇവിടെ എതിർത്ത വാചകങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, കേട്ടോളൂ നിങ്ങൾ, ഇമാം ഖത്താബി പറയാണ്, ഖാല അൽ ഖത്താബി كان أحمد يستدل بهذا الحديث على أن كلام الله غير مخلوق ويحتج بأن النبي صلى الله عليه وسلم لا يستعيذ بمخلوق. അഹ്മദ് റംബലിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? ഇബ്നു തൈമിയ്യ വരുന്നതിന് മുമ്പ് അത്ര. ഇബ്നു തൈമിയ്യ എന്ന സഹോദര വന്നത് 228 എന്നാ ഈ അഹ്മദ് റംബലിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ അദ്ദേഹം ജനിച്ചത്? ഹിജറ 641. അതുകൊണ്ട് ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാം. മൗലവി ഇപ്പൊ എവിടെ ഉള്ളതെന്ന് തന്നെ മറന്നുപോയിക്കണേ. മൂപ്പരെ ചോദ്യം ചോദിച്ചാനോ കൊണ്ടുവന്ന് വെച്ചിക്കണെന്ന് മൂപ്പർക്കും പിടുത്തല്ല, വെള്ളം കുടിച്ചാനും ബിസ്ക്കറ്റ് തിന്നാനോ കൊണ്ടുവന്ന് വെച്ചിക്കണ ഒരു പിടുത്തമല്ല. നിങ്ങൾ ഇങ്ങനെ ആയി പോകാൻ പാടില്ല. ഇനി ഞങ്ങൾ ഈ കുട്ടികളെ മുന്നിൽ വന്നിട്ട് എന്താ മൗലവി ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ അള്ള ഏകനാണ് എന്നുള്ള ഇനി തഫ്സീറുമാണോ? യാ അയ്യുഹല്ലദീന ആമനൂ, പഠിച്ചോ? ഓ വിശ്വസിച്ച ജനങ്ങളെ, ലാ തഖൂലൂ റായിനാ, നിങ്ങൾ റായിന, ആ അദബ് കേടുള്ള റായിന പറയരുത് കേട്ടോ. വഖൂലുൻളുർനാ, ഉൻളുർന എന്ന് പറയണേ. ആരോടാ? യാ അയ്യുഹല്ലദീന ആമനൂ. വിടാൻ പാടില്ല. അവിടെ നമ്മൾ വിടുത്തം. ഞങ്ങളൊക്കെ വിശ്വസിച്ച ജനങ്ങളാ, ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങൾ. നിങ്ങൾ എന്താ സാധനങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല. വിശ്വസിച്ച ഞങ്ങളോട് പറഞ്ഞു, ഇനി അതിന് അനീഫ കായക്കോടിന്റെ ഓഫീസിൽ നിന്ന് ചീട്ട് കിട്ടണ്ട. വിശ്വസിച്ച ജനങ്ങളെ, നിങ്ങൾ റായിന പറയരുത്. വഖൂലുൻളുർനാ, ഉൻളുർനാ യാ റസൂലല്ലാഹ് എന്ന് പറയണേ മുഅ്മിനീങ്ങളെ. ചോദിക്കട്ടെ, ഉൻളുർനാ യാ റസൂലല്ലാഹ്, ഓ നബിയെ അങ്ങയുടെ തിരുനോട്ടം ഞങ്ങളിലേക്കുണ്ടാവണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കോ തൗഹീദോ? നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ച ഉസൂല് പ്രകാരം ശിർക്കോ തൗഹീദോ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കാണാനല്ല. നിങ്ങളെ ഈ വള്ളം കുടിയും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് തീറ്റി ഞങ്ങൾ മൂടുവാൻ കരുതിയില്ല. ആയിമ കഴിച്ചിലാവും നിങ്ങൾ കരുതണ്ട. പിന്നെ മൂപ്പര് പറയാ, ഏയ് ഇമാമിങ്ങൾ വേറെ വാദം എഴുതിക്കോ. നിങ്ങൾ നടത്തിയ കോപ്പി പേസ്റ്റ് അടക്കം നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനങ്ങളുടെ ഉള്ളറകൾ ഞങ്ങൾ ഇവിടെ വെട്ടിത്തുറക്കും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇത് മുഴുവനും കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും തന്നെയാണ് ഞങ്ങൾ വന്നത്. ഇനി പിടിച്ചോ തഫ്സീർ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങളല്ലാമ അപ്പുറത്തേക്ക് വായിക്കാണ്ട്, ഒരുപാട് വായിക്കാണ്ട്. നിങ്ങളല്ലാമ നിങ്ങൾക്ക് പൊരുത്തള്ളനെ തരാം. എന്താ പറഞ്ഞത് ആയത്ത് വിശദീകരിച്ചിട്ട്? കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അദ്ബറ നാദാഹു മൻ കാനത് ലഹു ഹാജത്തും മിനൽ മുഅ്മിനീൻ. ആവശ്യമുള്ളവർ മുഴുവനും ഹാജത്തുൻ, എന്താ പോലെ ഹാജത്തുൻ പറഞ്ഞ ഹാജത്തുൻ പറഞ്ഞ നെക്കിറാണ്. എത്തിന് നെക്കിറ? ഇത് ദീ കൂടെ അങ്ങനെ കേട്ടു പോകണ്ടാവും. ഇതെത്ത് നെക്കിറ, എത്ത് മാരിപ്പ, എത്ത് ഉമൂമിറ്റ്. ഞങ്ങൾക്ക് ഇവല്ല ആവശ്യമുള്ള ആൾക്കാർ മുഴുവനും വിളിച്ചിരുന്നു. ഈ തഫ്സീറും കിട്ടിയില്ലേ? മതിയായി, ഒക്കെ കിട്ടി. പള്ള പറഞ്ഞു, സംവാദം മുതലായി. അല്ല പറയുന്നു, ലാ തഖൂലു റാഹിന, റാഹിന പറയണ്ടട്ടോ. വഖൂലുൻളുർനാ, ഉൻളുർനാ എന്ന് പറയണേ. വെല്ലുവിളിക്കുന്നു നിങ്ങളെ. ഇത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തേക്ക് മാത്രമാണെന്ന് വാദമുണ്ടോ? പറഞ്ഞോളൂ. ഇതിന് ഈ അർത്ഥമില്ല എന്ന് വാദമുണ്ടോ? പറഞ്ഞോളൂ, തെളിയിച്ചു തരാം. ഇത് വെറുതെ വിളിച്ചല്ല. നിങ്ങൾ ആ വള്ളക്കുപ്പിയും കൊണ്ടുള്ള കളിയൊന്നും ഇവിടെ നടക്കൂല. മറുപടി പറഞ്ഞിട്ടേ ഞങ്ങളെ വിടുള്ളൂ. വിശ്വസിച്ച ജനങ്ങളോട് മൊത്തമാണ് ഖിതാബ്. ഞങ്ങൾ അതിൽ പെട്ടു. വിശ്വസിച്ച ജനങ്ങളെ ഞങ്ങളോട് പറയണം, ലാ തഖൂലു റായിന. നിങ്ങൾ റായിന പറയണ്ട കേട്ടോ. അതോടുകൂടെ കേട്ടു. ഞങ്ങൾ പറയണില്ല, മാറ്റിവെച്ചു. അത് വഖൂലുൻളുർനാ, അല്ല സർട്ടിഫിക്കറ്റ് തന്നു. വഖൂലുൻളുർനാ, ഇസ്തിഗാസന്റെ ഫോർ എക്സാമ്പിൾ പഠിപ്പിച്ചതാണ്. മറക്കരുത്. ഈ സംവാദത്തിന്റെ സംഭാവനയാണ് നിങ്ങൾക്കത്. പഠിച്ചു വെച്ചോ. ഇസ്തിഗാസന്റെ എക്സാമ്പിൾ ഖുർആൻ പഠിപ്പിച്ചു തന്നു. വഖൂലുൻളുർനാ, ഉൻളുർനാ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കണേ പരിശുദ്ധ ഖുർആൻ. അതേ കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അദ്ബറ നാദാഹു മൻ കാനത് ലഹു ഹാജത്തും മിനൽ മുഅ്മിനീൻ. നബി തങ്ങളെ ആവശ്യമുള്ള ആരും വിളിച്ചിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിന്റെ മാലപ്പടക്കത്തിന് ഞങ്ങൾ ഇവിടെ തിരികൊടുത്തു. നിങ്ങൾക്ക് പറ്റുന്ന തഫ്സീറിനെ അല്ലാമനെ തന്നെ പറയണേ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മുടെ മുസ്ലിയാർ തട്ടിപ്പ് നടത്താനാണ് പ്ലാന്. ഏയ് സഹോദര, ഇത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് ദുആ ചെയ്യാനുള്ള ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണ് ഇത് എന്ന് ആര് പറഞ്ഞു എന്നാണ് ഞാൻ ചോദിക്കട്ടെ. ഈ ആയത്ത് പഠിക്കാത്തവരാണോ മുൻകാല ഇമാമിങ്ങൾ? നിങ്ങളുടെ സുയൂത്തി കേട്ടോളൂ, നിങ്ങളെ സുയൂത്തി ഈ ആയത്ത് കാണാതെയാണോ സഹോദര? ഇമാം സുയൂത്തി വ്യക്തമായിട്ട് പറയുന്നു, കേട്ടോളൂ. ഇമാം സുയൂത്തി വ്യക്തമായിട്ട് അവിടെ പറഞ്ഞത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ തേടി പോവുകയോ പ്രവാചകനെ വിളിച്ച് ഇസ്തിഗാസ നടത്തുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം ആയത്ത് പഠിച്ചിട്ടില്ലേ? എന്താ പറഞ്ഞത്? ഖദ് അജ്ദബു മർറാത്തിൻ വദഹമതുഹും നവായിബു ബഅദ മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സ്വഹാബത്തിന് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ എന്താ പറഞ്ഞത്? ഹാജത്ത് പറഞ്ഞ എന്താ? നിന്നോട് ഐസ്ക്രീം കഴിക്കുക? ഓ അളക്ക എൻ്റെ മുസ്ലിയാക്കന്മാർ ഇതൊക്കെ നിങ്ങൾ യാക്കോബിന് മുന്നിൽ പ്രസംഗിച്ച് പോകല്ല, ഇത് സലഫികളാ കേട്ടോ. ആ നിലക്കുള്ള പരിയാസം ഒന്നും ഇവിടെ വേണ്ട. പിന്നെ നെക്കിറ മാരിഫ എന്ന് പറഞ്ഞാൽ എന്താ? ചോറും ചാറും വെച്ച് കഴിക്കുക. നിങ്ങൾക്ക് ഒഴിവുണ്ടോ? വന്നോളൂ, പഠിപ്പിച്ചാരാ നെഹ്വൊക്കെ എന്താണെന്നുള്ളത്, നെഹ്വു സർവൊക്കെ. ആ ജാതി ഇതൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ഇവിടെ പ്രമാണം വെച്ച് സംസാരിക്കുക, പ്രമാണമായി സംസാരിക്കുക. പിന്നെ നൗഷാദാസന്റെമാരുടെ ആ ഇളിയൊന്നും ഇവിടെ വേണ്ട, അത് ഇവിടെ വിലപ്പോവില്ല. മനസ്സിലാവുണ്ടോ? ആ പഠിച്ചു വെച്ചുണ്ടോ അത് ഇവിടെ ഓക്കാൻ വെച്ചാൽ നടക്കൂല, അത് സലഫികളാ കേട്ടോ. കൃത്യമായി ഞാൻ ചോദ്യം മറന്നു പോകാതിരിക്കാൻ വേണ്ടി രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിച്ചു വെക്കുകയാണ്. കാരണം അത് ചോദിക്കാതെ മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം ചോദ്യമൊക്കെ സമയം കമ്മിയാണല്ലോ. രണ്ടാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തെ ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി ഈ ആയത്ത് വഫാത്തായി പോയ മഹാത്മാക്കളെ വിളിച്ച് ഇസ്തിഗാസ ചോദിക്കാനുള്ള തെളിവാണ് എന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാചകം അവിടെ വായിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ചോദ്യം അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കുന്നു. പിന്നെ ഉൺദുർന എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ കാന്തപുരം വരെ അതിനിവിടെ എഴുതിയിട്ട് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഉസ്താദാണല്ലോ കാന്തപുരം, അതിൻ്റെ കാന്തപുരത്തിൻ്റെ മക്കളാണല്ലോ നിങ്ങൾ. ആ കാന്തപുരം പറഞ്ഞാൽ എന്താ? ഇത് ജൂതന്മാർ പ്രയോഗിച്ച പ്രയോഗമാണ്. ഇത് മരിച്ചുപോയ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല. പറഞ്ഞോ, കാന്തപുരം പറഞ്ഞോ ഇത് മരിച്ചുപോയ മഹാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്ന് കാന്തപുരം തഫ്സീർ ഉദ്ദേശിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ വാദം മാത്രമല്ല. ആയത്തിന് അവസാനം പറഞ്ഞാൽ എന്താ? വലിൽ കാഫിരീന അദാബുൻ അലീം. കാഫിരീങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇന്നേ വരെ സമസ്തക്കാർ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ നടത്താനൊക്കെ കാഫിറാണെന്ന്. നിങ്ങൾക്ക് സുന്നത്താണെന്ന് വരെ നിങ്ങൾക്ക് പറയാൻ ഭയമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവൻ ആ പ്രാർത്ഥിക്കുക എന്നുള്ള സുന്നത്താണെന്ന് വരെ പറയാൻ ഞങ്ങൾ ധൈര്യം കാണിച്ചിട്ടില്ല. നിങ്ങൾ അലവി സഹാബി പറഞ്ഞ കേട്ടിട്ടില്ലേ? ഈ ആയതിന്റെ അവസാനം എന്താ പറഞ്ഞത്? വലിൽ കാഫിരീന അദാബുൻ അലീം. നിങ്ങളുടെ വാദപ്രകാരം ഇസ്തിഗാസ ആണെങ്കിൽ മരിച്ചുപോയ നബിയെ വിളിക്കാത്തവരൊക്കെ കാഫിർ എന്നല്ലേ സഹോദരവരാ? മുജാഹിദീങ്ങളൊക്കെ കാഫിറാണ് നിങ്ങൾ ഇന്നവരെ പറഞ്ഞിട്ടുണ്ടോ? വാദമുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തോടെ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഞാൻ ആവർത്തിക്കണം, ഒന്നാം ചോദ്യം മറുപടി പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ, തൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച സഹായം ചോദിച്ച ഒരു സംഭവം ഇവിടെ ഉദ്ധരിക്കേണ്ടതുണ്ട്. വളരെ ഉഷാറായിട്ടുണ്ട്. വാട്സപ്പ് അല്ല, നല്ലോണം മനസ്സിലായിക്കോളി. ആ വാട്സപ്പിൽ ഇരുട്ടിന്റെ റൂമിൽ ഇരുന്നിട്ടേ അപ്പുറത്തുപ്പുറത്തു നിന്നിട്ടുള്ള മെസ്സേജ് ഇട്ടുള്ള കളിയില്ലേ, അത് മുന്നിലെത്തിയാൽ നടക്കൂല കേട്ടോ. എന്തേ മനസ്സിലാക്കിയത്? മൂപ്പര് ചൂടാകുക, മേശക്കടിക്കുക, ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങളോടൊരു ദയയില്ല. മുത്തല്ലിമീങ്ങൾ നിബന്ധനയാണ്, നിങ്ങൾ കുട്ടികളെ വരാൻ പാടുള്ളൂ. നിങ്ങൾ തന്താറിനെ ഒന്നോളിന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഇവിടെ ഉണ്ടായത്? നിങ്ങൾ മുഴുവൻ മൗലവിമാരെയും പുല്ലുകും മച്ചുമഴുവൻ കൊണ്ടുവന്നോളൂ, പൊന്നാനിയിൽ ഞങ്ങൾ ചരിത്രം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. എന്തേണ്ടായത്? ചാടിക്കളിക്കുക. റോങ്ങാണ്ട മൗലവി ചൂടാണ്ട, ആകെ വള്ളം പറ്റി, പിന്നെ ഒന്നും പറയാൻ കഴിയൂല. അതോടെ എടുത്തിരിക്കുന്ന ആളൊന്നും ഉപദേശിച്ചു കൊടുക്കണമല്ല. ഞങ്ങൾ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റായിനാ വഖൂലു ഉൻദുർനാ. ആമനു, വിശ്വസിച്ച ജനങ്ങളെ പഠിച്ചു വെച്ചോ. ഇനി ചോദ്യം ആവർത്തിക്കണ്ട. വിശ്വസിച്ചവരെ എന്നുള്ളതിൽ ഞങ്ങൾ പുറത്താന്ന് ആരെങ്ങൾ പറഞ്ഞേ? ഞങ്ങളൊക്കെ അതിൽ പെട്ടിക്കണേ. നിങ്ങൾ പെട്ടുകണോ പെട്ടിട്ടില്ല ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പെട്ടുകണേ. ഞങ്ങളോട് അല്ലാഹു തആല പറയാണ്, എന്താണ്? റായിന പറയരുത്, വഖൂലുൻദുർനാ എന്ന് നിങ്ങൾ പറയണേ മുഅ്മിനീങ്ങളെ. പരിശുദ്ധ ഖുർആൻ. പിന്നെ മൂപ്പരതിൻ്റെ അവതരണ പശ്ചാത്തലം പറയാ. നെക്കിറാമാരിപ്പ ഒരു ഉന്തോങ്ങൾ പഠിച്ചിട്ടില്ല, അവതരണ പശ്ചാത്തലത്തിന്റെ ഉസൂലുകൾ പഠിച്ചിട്ടില്ല. ഇഅ്ലം അന്നൽ ഇബ്റത ബിഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസി സബബി. പഠിച്ചോ? പരിഗണന ഉള്ളത് ലഫ്ളിന്റെ വ്യാപകത്വം കൊണ്ടാണ്. ഒരായത്ത് എവിടക്കൊക്കെ ഫിറ്റാകോ അത് മുഴുവനും പരിഗണനയാണ്. ലാ ബിഖുസൂസി സബബി, പ്രത്യേകമായ സാഹചര്യം കൊണ്ടല്ല,
പരിഗണനയുള്ളത്. ചെങ്ങായി മരങ്ങളൊക്കെ ഖുർആൻ കൈകാര്യം ചെയ്യുന്നതല്ലേ ദീനിന്റെ കഥ എന്താവും? നിങ്ങൾ ആ അമാനി മൗലവിന്റെ ഖുർആനും പരിഭാഷയും നോക്കിയിട്ട് ഇങ്ങനെ വരിക. ഇവിടെ പറയണേ ആയിഷ ബീവിന്റെ വ്യഭിചാരാരോപണ സംഭവത്തിൽ ഇറങ്ങിയ ആയത്ത് ആ സംഭവത്തിലാണ്. അത് ഞങ്ങനെ ചെയ്യണം, ആർക്കും ബാധകല്ല. നിങ്ങളൊക്കെ ഫത്ത് കൊടുക്കാൻ നിന്നാ മൗലവി. അതുകൊണ്ട് പഠിച്ചു വെച്ചോ. അത് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. ലാ തഖൂലു റായിന വഖൂലു ഉൻദുർന. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ത്? അല്ലാഹുവിന്റെ ഹബീബ് മുൻകഴിഞ്ഞു പോയ ആരെങ്കിലും സഹായം തേടിക്കണോ? ഒരൊറ്റ തട്ടി അറബിക്കടലിലേക്ക് തട്ടി. നമ്മളെ വിഷയം നബി തങ്ങളടക്കമുള്ളതായ മഹാന്മാരോടുള്ള സഹായതാട്ടം. നബി തങ്ങളുടെ സഹായതാട്ടാണോ? വാദമെഴുതിക്കോ. അടുത്ത സംവാദത്തിന് പൊന്നാനിയിൽ തന്നെ ആട്ടെ. നബി തങ്ങൾ സഹായം തേടിയിട്ടുണ്ടോ? നബി തങ്ങളടക്കമുള്ള വഫാത്തായി പോയ മഹാന്മാരോടുള്ള സഹായതാട്ടം. നിങ്ങൾ വ്യവസ്ഥയും വായിച്ചിട്ടില്ല മൗലവി. നെക്കിറാമാരിപ്പം നിങ്ങൾക്ക് എന്തായാലും തിരിഞ്ഞില്ല, ഉമൂമും നിങ്ങൾക്ക് തിരിഞ്ഞില്ല. നിങ്ങൾ വ്യവസ്ഥ പച്ച മലയാളത്തിലല്ലേ എഴുതിക്കണ്, അതും വായിച്ചില്ല. നിങ്ങൾ ഇന്ന് രാവിലെ പോന്നപ്പോൾ എന്താ തിന്നത്? ഞങ്ങൾക്ക് സംശയമാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം ഈ ജനങ്ങളോട്. നിങ്ങൾ പഠിപ്പിച്ച ഉസൂലും മുഴുവനും പൊളിഞ്ഞു പോയി. അള്ളാഹു പറയുന്നു ഉൻദുർനായ റസൂലല്ലാഹ്. ഞാൻ അതനുസരിച്ച് സ്വഹാബികൾ തേടിക്കണം. അടുത്ത വിഷയം തെളിവാ അവിടെ പറഞ്ഞത്. ചാടല്ലി ആ കണ്ടം ചാടുന്ന പരിപാടിക്ക് ഇവിടെ വിടൂല. അത് വാട്സപ്പല്ല. അത് ഞാൻ ആവർത്തിച്ച് പറയാണ്. ഇത് കളി മാറിയിക്കണേ, മുന്നിലിരുന്നു കൊണ്ടുള്ള കളിയാണ്. അതുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ. പിന്നെ നിങ്ങളുടെ ചോദ്യം വഫാത്തായി പോയ അള്ളാഹിന്റെ ഹബീബ് അടക്കമുള്ള മഹാന്മാരുള്ള സഹായതേട്ടം, അതാ നമ്മളെ വിഷയം. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ സഹായം തേടിയിട്ടുണ്ടോ? അത് വിഷയത്തിന്റെ പുറത്താണ്. അതിന് വാദിക്കണോ? നബി തങ്ങൾ ഇസ്തിഹാദ നടത്തിക്കണോ? അടുത്ത വാദിക്കോ. വിഷയം പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല, ഉമൂമും പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഏലം അന്നൽ ഇബ്രത്ത പഠിച്ചട്ടോ, ഇത് ശരിക്ക് പഠിച്ചോ. ഈ കീറച്ചാക്കോ ഇരിഞ്ഞു വരണ്ട. ഏലം അന്നൽ ഇബ്രത്ത ബിഉമൂമിൽ ലഫ്ദി ലാ ബിഖുസൂസിസ് സബബി. ഒന്നും പറയാല്ലാത്തോണ്ടേ മൂപ്പര് കാന്തപുരസ്തന്റെ മെത് കയറാ. ഏതായിരുന്നാലും മുസ്ലിയാർ ചിരിച്ച് കാര്യം കഴിക്കാനുള്ള പ്ലാനില്ല. ഇപ്പം എന്താ തിന്നിട്ട് പോകുന്നപ്പോൾ മനസ്സിലാവുന്നുണ്ട് മുസ്ലിയാർ. സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളുടെ വിശദീകരണം അല്ല വേണ്ടത്. ഇവിടെ ഇതൊന്നും കാണാതെയാണോ പണ്ഡിതന്മാരിത് പറഞ്ഞത്? പിന്നെ രണ്ടാമത്തെ ചോദ്യം വല്ലാതെ കുഴക്കി മൂപ്പര് പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് തേടിയിട്ടുണ്ടോ? എന്താ ഇവിടുത്തെ വ്യവസ്ഥ? എന്താ വ്യവസ്ഥയിൽ എഴുതിയത്? മരിച്ചുപോയ മഹാത്മാക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാല മരിച്ചുപോയ മഹാത്മാക്കളായ അമ്പിയാക്കന്മാരെ വിളിച്ചിട്ടുണ്ടോ ചോദ്യം. എന്താ നിങ്ങൾക്ക് ഒരു ബേജാറ്? എന്താ ബേജാറ്? നിങ്ങൾക്ക് വല്ലാതെ കൊള്ളുണ്ടല്ലേ? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാന്തപുരത്തിൻ്റെ മക്കളായിട്ട് കാര്യമില്ല. ആ കാന്തപുരം പഠിപ്പിച്ചെന്നല്ല നിങ്ങൾ പഠിച്ചിറക്കുന്നത്. അത്രേ ഉണ്ടാകുള്ളൂ. മാത്രമല്ല സമസ്തക്കാരാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയലുണ്ട്, നിങ്ങൾ ഔലിയാക്കന്മാരെ പറ്റി പരിചയപ്പെടുത്തില്ലല്ലോ. സമസ്തക്കാർ ഔലിയാക്കന്മാരുടെ മിനിമം ക്വാളിഫിക്കേഷൻ അരിപ്പരി ലൂസാകല. അതേപോലെ തന്നെ സമസ്തക്കാരിൽ നിൽക്കണമെങ്കിൽ ഒരു അരപ്പിരി കുറച്ച് അന്തംകമ്പി വേണം. അങ്ങനത്തെ ഒരാൾ നിൽക്കുള്ളൂ, അല്ലാത്തൊരാൾ ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം ശരിക്കും മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദര, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞതറിയോ? 18ഓളം പ്രവാചകന്മാരെ പേര് എടുത്ത് ഖുർആൻ പറഞ്ഞിട്ട് ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്. ഇത് പ്രവാചകനോട് പറഞ്ഞതാ. അത് മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, നബിയെ ആ പ്രവാചകന്മാരാണ് അള്ളാഹുവിന്റെ മാർഗദർശനം സിദ്ധിച്ച ആളുകൾ. അതുകൊണ്ട് ഫബിഹുദാഹു മുഖ്തദിഹ്, അവരുടെ മാർഗമാണ് നബിയെ താങ്കൾ പിൻപറ്റേണ്ടത്. ഞാൻ ചോദിക്കുന്നു, ഞങ്ങളുടെ ചോദ്യമാണ് അവിടെ. മരിച്ചുപോയ മഹാത്മാക്കൾ വിളിച്ച് തേടാണ് തെളിവുണ്ടെങ്കിൽ ശരീഅത്തിന്റെ വിഷയത്തിൽ പല വ്യത്യാസങ്ങളുണ്ടെങ്കിലും തൗഹീദിന്റെ വിഷയത്തിൽ മുഴുവൻ അമ്പിയാക്കന്മാരും ഒന്നാണ്. അതുകൊണ്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പ്രയാസങ്ങൾ, നിങ്ങൾ ഹാജത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അള്ളാഹു റസൂൽ പല ഹാജത്തുകളും ഉണ്ടായിട്ടുണ്ട്, പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജീവിത കാലഘട്ടത്തിൽ പല സ്വഹാബത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സഹായം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ മരിച്ചുപോയ മഹാത്മാക്കളെ ഇസ്തിഗാസയുടെ ഉദാഹരണം പറയാൻ പറഞ്ഞത് അല്ല. ബേജാറിന്റെ വിഷയം തെറ്റിച്ചോണ്ടാ പറ്റൂല എന്നൊക്കെ ചിരിച്ച് കളിയാക്കി അതൊന്നും ഇവിടെ പോകില്ല. അതൊക്കെ യാക്കാവിന്റെ മുമ്പിലാണ് പറഞ്ഞിട്ട് തക്ബീർ ജില്ലയുടെ പോകാം. ഇത് സലഫികളുടെ മുമ്പിലായിരിക്കണം, വിടൂലങ്ങളെ. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞല്ലോ, ഈ സബബൊന്നും മനസ്സിലാക്കാത്ത ആളുകളാണോ ഈ മുഫസ്സിറുകളും മുഹദ്ദിസീങ്ങളും? ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇമാം സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ അൽ-അംറു ബിൽ ഇത്തിബാഇ വൻ നഹ്യു അനിൽ ഇബ്തിദാഇ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പല പ്രയാസങ്ങളും സ്വഹാബത്തിന് ഉണ്ടായപ്പോഴും പ്രവാചകന്റെ ഖബർ തേടി പോയിട്ടില്ല, പ്രവാചകനെ വിളിച്ച് ഇസ്തിഗാസ തേടിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ, ഫഖതദി അയ്യുഹൽ മുസ്ലിമു, അതുകൊണ്ട് ഓ മുസ്ലിമേ നീ പിന്തുടർന്ന് ജീവിച്ചോ. ഇൻ കുൻത അബ്ദൻ ലില്ലാഹ്, നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ ബിസലഫിക സ്വാലിഹി, സലഫുസ് സ്വാലിഹികളുടെ മാതൃക പിൻപറ്റി നീ ജീവിച്ചോ. വതഹഖഖ ബിത്തൗഹീദിൽ ഖാലിസി, ആ തൗഹീദുൽ ഖാലിസിനെ നീ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തോ. ഫലാ തഅബുദു ഇല്ലല്ലാഹ് വലാ തുശ്രിക് ബി റബ്ബിക അഹദാ കമാ അമറ തആല വഇയ്യായ ഫഅബുദൂൻ. സുയൂത്തിയാ പറയുന്നത്. സുയൂത്തി എന്താ ഈ ആയത്ത് കണ്ടിട്ടില്ലേ?
എന്നിട്ട് കേട്ടോളൂ ഫലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വലാ തദ്ഉ ഇല്ലാ ഹുവ വലാ തസ്തഗിസ് ഇല്ലാ ബിഹി വലാ തസ്തഇൻ ഇല്ലാ ബിഹി ഫഇന്നഹു ലാ മാനിയ വലാ മുഅ്തിയ വലാ ളാറ വലാ നാഫിയ. ചീർച്ചിട്ടൊന്നും കാര്യമില്ല, ചങ്കിൽ കണ്ട് കൊള്ളണ്ടല്ലേ. തൊടേ നിങ്ങൾ സുയൂത്തിനെ നിഷേധിക്കൂ നിങ്ങൾ. എന്നിട്ട് സുയൂത്ത് സബബ് അത്രേ. എന്താ സബബ് കണ്ടിട്ടില്ലേ? ഇനിയും കേട്ടോ, സുയൂത്തി മാത്രല്ല, ഇഷ്ടം പോലെ പണ്ഡിതന്മാർ. ചോദ്യത്തിന് മറുപടി പറ. വളരെ ഉഷാറായിട്ടുണ്ട് മൂപ്പർക്ക്. ആ വാട്സപ്പ് ഇറങ്ങിന്റെ ഷീടാണ്. ഏതായാലും വളരെ ഉഷാറായിട്ടുണ്ട്. എന്താ മൗലവി നിങ്ങൾ ഈ പറയണത്? സുന്നിയാളും മുജാഹിദും പല വിഷയത്തിലും തർക്കം ഉണ്ടായതുകൊണ്ട്, പല വാദങ്ങളിലും തർക്കം ഉണ്ടായതുകൊണ്ട് ഒരു വ്യവസ്ഥ ചെയ്തത്. അത് അറിയില്ല നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ഒരു വ്യവസ്ഥാപിതമായ ചർച്ച നടത്തിയത്. മുപ്പര് അറിയാം, റസൂൽ ചോദിച്ചിരിക്കണോ? വലിയ വിഷയമല്ലേ? വലിയ വിഷയം തന്നെയാണ്. അതിന് വേറെ വാദം എഴുതണം. ഒരു വാദത്തിന്റെ ഉള്ളിലാക്കണതിനാണ്. പല വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായതുകൊണ്ടാണ്. മലയാളം വായിച്ചു വരണം. എന്താണ്? നബിതങ്ങളടക്കമുള്ള വഫാത്തായി പോയ മഹാന്മാരോടുള്ള സഹായതേട്ടം ശിർക്കല്ല. നബിതങ്ങൾ തേടിയിരിക്കണോ? അടുത്തിരുന്നോ? ഇത് കഴിഞ്ഞിട്ട് തന്നെ ഇരുന്നോ? നമുക്ക് ഇതാ നിങ്ങളെ കൂടാൻ കരുതിയില്ല. അത് സംഭവത്തിന്റെ മാലപ്പടക്കത്തിനാണ് ഞങ്ങളിവിടെ തിരികൊളത്താൻ പോണത്. പിന്നെ മൂല്യരാകാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? വിവരമില്ലാതിരിക്കലാണ്. അതുകൊണ്ടല്ലേ പണ്ട് ദുഹ്റിസ്കരിച്ചത്? ഞങ്ങൾക്ക് തിരിയണില്ല. അതുകൊണ്ടാണല്ലേ ഫീഹില്ലത്താനിൽ കുടുങ്ങിന്ന് സക്കരിയ സ്വലാഹിദ് പോലും പറഞ്ഞത്. അതുകൊണ്ടാ നല്ല ക്വാളിഫിക്കേഷനാ, നല്ല വിവര. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തം. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കിക്കോളി, ഇറ്റങ്ങൾ മനസ്സിലാക്കൂല. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലൂ റായിനാ വഖൂലു ഉൻദുർനാ. ഓ മുഅ്മിനീങ്ങളെ, ഞങ്ങൾ പൊട്ടു പറയടോ. ഈ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളതിന് ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ പുറത്താണെന്ന് മുന്നിലിരുന്നു കൊണ്ട് ചങ്കൂറ്റത്തോടെ പറ. അതിനാ ധൈര്യം കാണിക്കേണ്ടത്. മൂലമാരെ ക്വാളിഫിക്കേഷൻ അളക്കാനല്ല. അതിന് മൗലവി പൂങ്കാവനം കുഞ്ഞാപ്പൂന്റെ ബുദ്ധിമതി. കിതാബ് വെച്ച് ചർച്ച ചെയ്യാനേ ആക്കല് വേണം. കിതാബ് തിരിയണം. ഉസ്താദുമാരോട് കൂടെ തബറുക്കോട് കൂടെ ഓതിപ്പടിക്കണം. അതിന് ഈ അഹങ്കാരത്തോടു കൂടെ ഒരു ഇസ്തിഹാദിയില്ല, ഒരു ദിവസമില്ല. അഹങ്കാരത്തോടു കൂടെ നെഞ്ഞും പിരിച്ചടക്ക കാര്യം എന്നാൽ നടക്കൂല. അതുകൊണ്ട് ആയത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തം. പിന്നെ ഞങ്ങൾക്ക് തഫ്സീർ തരേണ്ട ആവശ്യമല്ല. ഞങ്ങളെ മഹദ് ഫദ്ലുകൊണ്ട് തന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ അദ്ബറനാദാഹു മൻ കാനത് ലഹു ഹാജത്തുൻ മിനൽ മുഅ്മിനീൻ. ഇതേ ആശയം നിങ്ങൾക്ക് കഴിച്ചിലാകാൻ കഴിയൂല കുട്ടികളെ. ഇതേ ആശയം അതാ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അദ്ദുറുൽ മൻസൂർ രേഖപ്പെടുത്തുകയാണ്. 2, 3 നിങ്ങളുടെ ഫത്ഹുൽ ഖദീർ. എന്ത് പറയാണ്ട്? പണ്ട് അൽബാനിമ കുടുങ്ങിയ മാതിരി ആയിപ്പത്. ഷൗക്കാനിയാണ് പറയുന്നത്. എല്ലാം പെട്ടുപോയി. ഇപ്പൊ ഒന്നുമില്ല. മുഴുവൻ മഹാന്മാരും വിശദീകരിച്ചു. അതുകൊണ്ട് ഈ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു എന്നതിൽ നിന്ന് ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ ഒഴിവാണ് എന്നതിന് നിങ്ങൾ നട്ടലോടുകൂടെ മറുപടി പറയണം. പറഞ്ഞത് ഇമാം റാസി തങ്ങൾ പറഞ്ഞ ഉസൂല പറഞ്ഞത്. പൂങ്കാവനം കുഞ്ഞാപ്പൂന്റെ കഥയല്ല. അപ്പുറത്തെ മൗലവിക്ക് ഫോൺ വന്നോട്ടെ, നിങ്ങൾ നല്ലോ ശ്രദ്ധിച്ചോളി. മറുപടി കിട്ടിയിട്ടില്ല. മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. പിന്നെ ചിരി, ഞങ്ങൾക്ക് നിങ്ങളെ ചിരിച്ചു വിടാനുള്ളൂ. ഈ ഈച്ചനെ കൊല്ലാൻ ആരും ഇരുമ്പോലെ കിടക്കില്ല. ഇത്ര വലിയ ഗൗരവത്തിൽ മൂക്കൊക്കെ വീർപ്പിച്ചുകൊണ്ട് ഹോ എന്നും പറഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം വലിയ സാധനങ്ങളാണ്ട്. ഇത് നിങ്ങളൊന്നുമില്ല. എന്നിട്ട് മൂപ്പർക്ക് വലിയ തെളിവേ സുയൂത്തിമാം പൊളിച്ചടക്കി തരും. ഞങ്ങള് വാദമെഴുതിക്കോ ഇമാം നിങ്ങളുടെ കിതാബ്. ഞങ്ങൾ കോപ്പി പേസ്റ്റിന്റെ ഉള്ളറകൾ തുറക്കും. ഇഖ്തിലാഹ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം സുയൂത്തിയുടെ ആധികാരിക ഗ്രന്ഥം അൽ ഹാബീലിൽ ഫതാവ. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ഹാഷിമിയത്തായ സ്ത്രീ ഇസ്തിഗാഥ നടത്തിയ സംഭവം പഠിപ്പിച്ച, ഇഫായി ശൈഖിന്റെ ഇസ്തിഗാഥ പഠിപ്പിച്ച ഞങ്ങളെ ഇമാം സുയൂത്തി, ഇസ്തിഗാഥന്റെ ആളായ ഇമാം സുയൂത്തി ഇസ്തിഗാഥനെ എതിർത്തു. നിങ്ങളിപ്പോ രാത്രിയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇമാം സുയൂത്തിനെ കുറിച്ച് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എത്താ മൗലവി ഇത്? നബിദിനം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുള്ളൂ. നിങ്ങൾ സുയൂത്തി ഇമാം പറഞ്ഞ മണ്ടൽ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പാത്തിന് സുയൂത്തി ഇമാമിനെ നമ്മളെ ആളാക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ആകെ ഹാലും അറിയോ? ഏതായാലും മുസ്ലിയർ കോമഡിയും മിമിക്രിയായിട്ട് വന്നിക്ക. അതൊന്നും ഇവിടെ രക്ഷപ്പെടില്ല കുട്ടിയെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സലഫികളുടെ മുമ്പിൽ അതൊന്നും വില പോകില്ല. പിന്നെ സുയൂത്തിനെ തൊടാൻ മൂപ്പർക്ക് ഒരു പേടി. കിതാബിന് വേറെ വ്യവസ്ഥ എഴുതിക്കോന്ന്.
നമ്മളെ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് തേടിയിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. മിണ്ടിയിട്ടില്ല. സുയൂത്തിനെ തൊടാൻ ഒരു പേടി. പിന്നെ സുയൂത്തി അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞത് പിന്നെ ആര് പറഞ്ഞതാ? ഇവിടെ എന്താ പറഞ്ഞത് കേട്ടോളൂ, ഞാൻ ഒന്നുകൂടി വായിച്ചുതരാം. എന്താണ് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞത്? ഫഖ്തദി അയ്യുഹൽ മുസ്ലിമു ഇൻ കുൻത അബ്ദൻ ലില്ലാഹ്. കേട്ടോ, അള്ളാന്റെ അടിമകളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. മുഅ്മിനീങ്ങളോട് പറയാ നിങ്ങൾ ശിർക്ക് ചെയ്യരുത് കേട്ടോ എന്ന്. ആരാ പറയുന്നത്? ഇമാം സുയൂത്തിയാ പറയുന്നത്. എന്നിട്ട് കേട്ടോളൂ, നിങ്ങൾ ഇസ്തിഗാസ നടത്തുകയാണില്ല. നിങ്ങൾക്ക് വിവരമില്ലായ്മയാണ് ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്, അത് ശിർക്കാണെന്ന് പറയിപ്പിച്ചത് എന്ന്. എന്താ സുയൂത്തി പറഞ്ഞ പോലെ ഇല്ലാ ബിഹി. നീ എന്നുള്ള മുഖാത്തബ് ആരോടാ? അതൊന്ന് പറഞ്ഞാ നിങ്ങൾ ആരോടാ? ഇമാം സുയൂത്തിയാ പറയുന്നത് വലാ തസ്തഗിസ് ഇല്ലാ ബിഹി. അല്ലാഹുവിനോടല്ലാതെ ഇസ്തിഗാസ നടത്താൻ പാടില്ല. വലാ തസ്തഇൻ ഇല്ലാ ബിഹി. ആ അല്ലാഹുവിനോടുള്ള ഇസ്തിആനത്തും നടത്താൻ പാടില്ല. ഫഇന്നഹു ലാ മാനിഅ വലാ ളാറ വലാ മുഅ്തിയ വലാ ളാറ വലാ നാഫിഅ ഇല്ലാ ഹുവ സുബ്ഹാനഹു വ തആല അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബു. സുയൂത്തിയാ പറയുന്നത്. വാടക വായിച്ചോക്കെ കയ്യിലെ സാധനം ഇല്ലെങ്കിൽ എന്താ ഇമാം സുയൂത്തി മുജാഹിദ് പറയണം നിങ്ങൾ. ഇതേപോലെ സുയൂത്തി മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞു ഇബ്നു തൈമിയ വരുന്നതിന് മുമ്പ് ഇസ്തിഗാസ ശിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. ഞാൻ വായിച്ചു, ഇവിടെ അഹ്മദ് ഹംബലിനെ വായിച്ചു, തൊഴാൻ ധൈര്യമില്ല. അതേപോലെ തന്നെ റാസി പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് ജീലാനി പറഞ്ഞിട്ടുണ്ട്. ഇവരെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് പരിശോധിക്കും. ഇസ്തിഗാസ ശിർക്കാൻ ഞങ്ങളാ പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞതാ പറഞ്ഞത്. ഇബ്നു തൈമിയ ആദ്യമായിട്ട് പറഞ്ഞതാ കേട്ടോ. അതുകൊണ്ട് ആ വെടിയൊന്നും ഇവിടെ പൊട്ടൂല. ആ ചീഞ്ഞ ഓലപ്പടക്കം ഉണ്ടല്ലോ, അത് ഇവിടെ പൊട്ടൂല. പിന്നെ മൂപ്പര് നമ്മളൊന്നും കൊല്ലാൻ വേണ്ടി ഇരുമ്പിലൊക്കെ ഒന്നും വേണ്ടാന്ന്. അത് ഇവിടുന്ന് കോപ്പി അടിച്ചാൽ മുജാഹിദീങ്ങൾ കോപ്പി അടിച്ചാൽ അതൊന്നും ഇവിടെ വരെ പോകില്ല കേട്ടോ. അത് നിങ്ങളോടും പറയുള്ളത്. നിങ്ങൾ അത്ര വലിയ ആൾക്കാർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ചാൽ മതി. നിങ്ങൾ ആരും അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ആരെ കൊണ്ടുവന്നാലും, നിങ്ങളെ സമസ്തയിലെ തലതൊട്ടന്മാർ വന്നാലും ഞങ്ങളെ മുമ്പിൽ നിങ്ങൾ വെറും പുഴുക്കളാണ് കേട്ടോ. ഈ ചൂണ്ടാണി വരല്ല നിങ്ങൾ ഒരത്തി കൊല്ലാൻ, മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് പ്രമാണങ്ങൾ ഞങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാം, മനസ്സിലാവുണ്ടോ? ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോ മരിച്ചുപോയ മഹാത്മാക്കളായ അമ്പിയാക്കന്മാരെ, അതല്ലെങ്കിൽ മരിച്ചുപോയ മഹാത്മാക്കളെ പ്രവാചകൻ വിളിച്ച് തേടിയിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ ഇബ്നു തൈമിയ വരുന്നതിന് മുമ്പ് ആരും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അഹ്മദ് ഹംബലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതേപോലെ റാസിയും പറഞ്ഞിട്ടുണ്ട്. തൗഹീദിന്റെ ആഴക്കടലിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഹഖായിഖുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു മുഅ്മിൻ അല്ലാഹുവിനോടല്ലാതെ ഇസ്തിആനത്ത് നടത്തുകയില്ലെന്ന് റാസി പറഞ്ഞു. തൊടാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അതേപോലെ ഷെയ്ഖ് ജീലാനി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനോടല്ലാത്ത ഇസ്തിഗാസ നടത്താൻ പാടില്ല. പല അള്ളാഹു അല്ലാത്തവരോട് ഒരിക്കലും നീ ഇസ്തിഗാസ നടത്താൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമേ ഫഅലൈക ബിൽ ഇസ്തിഗാസത്തി ഇലൈഹി. അള്ളാഹുവിനോടാണ് ഇസ്തിഗാസ നീ നടത്തേണ്ടത്. ഷെയ്ഖ് ജിലാനി മുജാഹിദാണോ? റാസി മുജാഹിദാണോ? അഹ്മദ് ഹംബൽ മുജാഹിദാണോ? അതുകൊണ്ട് എൻ്റെ മുസ്ലിയാരെ, ഇത് വാട്സാപ്പ് അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചിരിപ്പിച്ചൊന്നും കാര്യമില്ല. സലഫികളുടെ മുമ്പിൽ ഇതൊന്നും പോകൂല കേട്ടോ. വളരെ ഉഷാറായിട്ടുണ്ട് മൂപ്പരിപ്പോ വന്നേക്കുക. ഇമാം സുയൂത്തിന്റെ കിതാബും പിടിച്ചിട്ട് ഇമാം സുയൂത്തി തങ്ങളുടെ ഇസ്തിഗാസ വിഷയത്തിലുള്ള വാദം മാത്രം ഒരു സംവാദത്തിന് നിങ്ങളുണ്ടോ? എഴുതിക്കോ. എന്ത് മുസ്ലിയാരേതൊന്ന് നോക്ക്. ഏത് മറ്റേ അല്ലംറുബിൽ ഇത്തിബായ് ഞങ്ങൾ കോട്ടി മാറ്റണം മുഴുവൻ നിബാറത്തുകളും കണ്ടിട്ടും കേട്ടിട്ടുമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ പണി അവിടെ വെച്ചടാ. ഇവിടെ ചർച്ച എന്താണോ? ഇവിടെ ആയത്തോ ഓതിയത്, ഭാരമല്ല വായിച്ചത്, ആയത്തോ ഓതിയത്. മൂപ്പരതിനോട് അടുക്കുള്ള ശ്രദ്ധിക്കണ്ട ജനങ്ങളെ. നിങ്ങള് ഉള്ളൂറിനോട് അടുക്കാൻ മൂപ്പർക്ക് പേടി, അടിച്ചാട് പോവും. അതാ മുതലാളിക്ക് പറ്റിയത്. അനീഫ കായക്കുടിക്കേ അതാ പറ്റിയത്. അപ്പൊ അടിച്ചു പോവും. ആണെന്നുണ്ടെങ്കിൽ നിർദ്ദേശം കൊടുത്തോ, ഉള്ളൂറിനെ പറഞ്ഞാൽ ദയവ് ചെയ്ത് തൊട്ടു പോരുത് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞോണ്ട് കൂടിക്കൊണ്ടി. ഉള്ളൂറിനമ്മ മൗലവി തൊട്ടു പോകരുത്. നിങ്ങൾ റോട്ടുമ്മക്ക് ഇറങ്ങി അനീഫ കായക്കുടി കാണണം നോക്കിക്കോളി. നിങ്ങളെ തച്ചുകൊല്ലും മൂപ്പര്. ഈ പറഞ്ഞ ആദർശം മുഴുവനും പൊളിച്ചെടുക്കാൻ വേണ്ടി കുട്ടികളെ മുന്നിൽ നിങ്ങളെ ജീവിതത്തിൽ മൗലവി നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആദാബാണിത്. ഞങ്ങൾ ഈ കുട്ടികളുടെ മുന്നിൽ വന്ന് ഇത്രത്തോളം പഠിച്ചു എന്നുള്ളത് നിങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആദാബാ. പിന്നെ മൂപ്പർക്ക് ഉള്ളൂറിനെ മറുപടി പറഞ്ഞ തൊടടോ. ഉള്ളൂറിന് എന്തെങ്കിലും തൊടാത്ത? നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ വ്യക്തം, വിഷയത്തിന്റെ ഉള്ളിൽ മറുപടിയും വളരെ വ്യക്തം. ഇമാമിങ്ങളെ മുഫസിരിങ്ങളെ മറു മിണ്ടണില്ല. നിങ്ങൾ ശ്രദ്ധിക്കുണ്ടോ? മുഖാത്തബിങ്ങളെ, സദസ്യരെ നിങ്ങൾ ശ്രദ്ധിക്കുണ്ടോ? അയാൾ തൊടുന്നുണ്ടോ? തൊട്ടിട്ടില്ല, തൊടുകയുമില്ല അയാൾ. ഇനി പഠിച്ചോ അടുത്ത ഇടി. ഇതുവരെ ഇടിയട്ടി, ഇനി ഇടിയട്ടിയോനെ പാമ്പും കടിച്ചു, ഇടിയട്ടിയോനെ പാമ്പടിച്ച് ഇനി പറഞ്ഞ പെരുമ്പാമ്പ് മുണുങ്ങൾ. പിടിച്ചോ അടുത്ത തെളിവ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ഈ ലോകത്തെ ഹാഫിളാണെന്ന് അള്ളാഹു പഠിപ്പിച്ചു. ഖുർആൻ ഓതി മുത്തുനബി പഠിപ്പിച്ചതിന്റെ പുറമെ, അള്ള പഠിപ്പിച്ചതിന്റെ പുറമെ അള്ള വീണ്ടും പഠിപ്പിക്കുക.
ഇസ്തിഗാഥക്ക് തെളിവ് നിർത്തിയുള്ള ഞങ്ങളോടൊരു ദയം പഠിച്ചോനില്ല. എന്താ പറയുന്നത്? ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വഹിർസൽ ലിൽ ഉമ്മിയീൻ. ബുഖാരിന്റെ ഹദീസ് സ്വഹീഹാണോ വൈഫാണോ സനദ് നോക്കണോ? എന്താ പറയാനുള്ളത്? എന്താ പറഞ്ഞത്? ഷാഹിദും മുബശ്ശിറും നദീറുമാണ് നബി തങ്ങളെന്ന് പറഞ്ഞു നിർത്തിയില്ല. വഹിർസൽ ലിൽ ഉമ്മിയീൻ. ഈ ഉമ്മത്തിന് മുഴുവനും നബി തങ്ങൾ ഹിർസാണ്. എന്താ ഹിർസ് പറഞ്ഞാല്? ഐ ഹാഫിള. നബി തങ്ങൾ സംരക്ഷകനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഉമ്മത്തിൽ ഞങ്ങളൊക്കെ പെട്ടുക. നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് ആ ഉമ്മത്തിൽ പെടാൻ തരും മടി, നിങ്ങൾക്ക് അതിൽ കയറാൻ തരും മടി. നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് കുത്തിരിക്കലി കയറിക്കോളി. ഈ സംവാദം കഴിയുമ്പോൾ അത് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇസ്തിഗാഥ ചെയ്യിപ്പിക്കും. ഇർത്തകബത് ചെല്ലിച്ചിട്ടേ ഇവിടുന്ന് വിടുള്ളൂ. ആ എന്താ നിങ്ങൾക്ക് കയറാനൊരു മടി? ഞങ്ങളൊക്കെ ഉമ്മിയിൽ പെട്ടവരാ. ഞങ്ങളൊക്കെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞതിൽ പെട്ടവരാണ്. തോട് മൗലവി എന്താ സുയൂത്തി ഇമാമിന്റെ കിതാബും കൊണ്ടുവന്നേക്കുക? എന്താ പ്രമാണം? ഖുർആൻ, ഹദീസ്, ഇജ്മാഇ, ഖിയാസി. ഇമാമിങ്ങൾ സ്വീകാര്യമല്ല എന്നല്ല കേട്ടോ. ഇനി സംവാദം കഴിഞ്ഞാൽ ഫാരിസ് മുസ്ലിയാർ ഇമാമിങ്ങൾ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു എന്ന് പറയണ്ട. അതിനാ സെപ്പറേറ്റ് ഇമാമിങ്ങളുടെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച ഇബാറത്തുകൾ മാത്രം വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോ, വ്യവസ്ഥ എഴുതിക്കോ. കോപ്പി പേസ്റ്റിന്റെയും അതുപോലെ തന്നെ തിരുമറികളുടെയും ദുർവ്യാഖ്യാനങ്ങളുടെയും ഉള്ളറകൾ തുറക്കപ്പെടും കേട്ടോ. ആയത്തോ ചോദിച്ചതേ വന്ന വയനാട്ടിൽ പോയ മാതിരിയായി. പോയപ്പോൾ വയനാട്ടിക്ക ഭയങ്കര ഊക്കിലാ പോയിന്നത്. വന്നപ്പോൾ എവിടുന്നാ? വയനാട്ടിൽ നിന്ന്. മൂപ്പര മൂക്കൊലിക്കുണ്ട്. ആകെ ഒന്നുമില്ല. ചോദിച്ചപ്പോൾ ആയത്തുണ്ടോ? അതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിക്കണോ? ഊക്കിൽ ചോദിച്ചു. ആയത്തും പറഞ്ഞു കൊടുത്തു. മഹദ് ഫദിലായിട്ട് നീ പറഞ്ഞു കൊടുക്കണ്ട. കുൽഹുവല്ലാഹു ആയത് പറഞ്ഞാൽ ഒരു പൊട്ടൻ അവിടെ അള്ളേഖനാണെന്ന് ഇതിന് അർത്ഥം ഉണ്ട് എന്നുള്ളതിന് തഫ്സീർ വായിക്കുക പറഞ്ഞാൽ ഓൻ പൊട്ടൻ എന്നല്ലാതെ. എന്നാൽ മാത്രമല്ല ഈ പൊട്ടത്തരം ചോദിച്ചപ്പോൾ നമ്മൾ പരിഗണിച്ചു. പിന്നെ മൂപ്പര പിന്നാലെ പോരാനാ പറയണത്. ഏതായാലും ഞങ്ങളില്ല, ഞങ്ങൾക്ക് സ്വർഗ്ഗ വേണ്ടത്. അതിനാ ഞങ്ങൾ ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? നിങ്ങളപ്പം പോയാൽ റിസർവേഷൻ ചെയ്ത് നരകത്തേക്കാണ് പോകുക. അത് ഞങ്ങളില്ല. മനസ്സിലായോ? നിങ്ങളുടെ വിശ്വാസപ്രകാരമാകുമ്പോൾ നേരെ നരകത്തിലേക്കാണ് പോവുക. സഹോദര, ഇവിടെ ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ മരിച്ചുപോയ അമ്പിയാക്കന്മാരെ വിളിച്ചോന്നാ ചോദിച്ചത്. അതിന് മറുപടി കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇബ്നു തൈമിയ്യന്റെ മുമ്പ് ഇസ്തിഗാസയെ ആരും എതിർത്തിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാനിവിടെ കൃത്യമായിട്ട് വായിച്ചു, കൃത്യമായിട്ട് സുയൂത്തി ഞാൻ വായിച്ചു. ഇസ്തിഗാസയെ സംബന്ധിച്ച് പാടില്ല, അല്ലാഹു വലത് പാടില്ലെന്ന് സുയൂത്തി ഞാൻ വായിച്ചു. എന്നിട്ട് അതിന് വേറെ വ്യവസ്ഥ ചെയ്താൽ തന്നെ താരികളൊന്നും ഇവിടെ നടക്കില്ല. മറുപടി ഉണ്ടെങ്കിൽ ഇപ്പം പറ. അതിന് വേറെ വ്യവസ്ഥ വേണമെങ്കിൽ എന്നും ചെയ്ത് അതിന് റെഡിയാണ്. പക്ഷെ ഇവിടെ ഇതിന് മറുപടി പറയണം. ഇപ്പോഴത്തെ വ്യവസ്ഥയിൽ പെട്ടതല്ലേ ഇത്? ഞങ്ങൾ കൃത്യമായിട്ട് പ്രമാണം ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതേപോലെ റാസി പറഞ്ഞത് ഞാൻ പറഞ്ഞു. തൊഴാൻ ധൈര്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഖായിഖുകൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലേ? അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു വഅമ്മാ ഇദാ തഗൽഗല ഫീ ബഹരി തൗഹീദി വതവഗ്ഗല ഫിൽ ഹഖായിഖി വസാറ ബിഹൈസു ലാ യറാ ഫിൽ വജൂദി അഹദൻ ഇല്ലല്ലാഹ് ലം യസ്തഇദ് ഇല്ലാ ബില്ലാഹ് വലം യൽതജി ഇല്ലാ ഇലല്ലാഹ് വലം യുഅവ്വിൽ ഇല്ലാ അലല്ലാഹ്. റാസിയ പറഞ്ഞത്. അപ്പോ സുയൂത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഇതിന് വേറെ വ്യവസ്ഥ ഏതാണ്? അതൊക്കെ തരികട കളിച്ച് ഇവിടുന്ന് മുങ്ങാൻ അയക്കൂല. ഞാൻ അതിനാ പറഞ്ഞു നിങ്ങളൊന്നും അതിനായിട്ടില്ല കുട്ടികൾ. നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ആരോന്ന്. നിങ്ങൾ സലഫികളുടെ മുട്ടിയിട്ടില്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് അതിന് കഴിയില്ല. ഇലാ യൗമിൽ ഖിയാമ കേട്ടോ. സുയൂത്തിനെ തുടർന്ന് നിങ്ങൾ. അതേപോലെ റാസിയാൻ വായിച്ചു, തുടർന്ന് നിങ്ങൾ. അഹമ്മദ് നമ്പൽ വായിച്ചു, തുടർന്ന് നിങ്ങൾ. ധൈര്യമില്ലല്ലേ? ഇവനെ തേവനമ്പിൽ ആരും ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ള വാദമായിട്ട് വന്നുക. അതുകൊണ്ട് എൻ്റെ ചോദ്യം അവിടെ തന്നെ അവശേഷിക്കുകയാണ്. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നു, അതുകൂടെ ചേർത്തി പറഞ്ഞോളൂ. അടുത്ത ചോദ്യം എന്താ? ഒരാളുടെ മരണസമയത്ത് അവസാനത്തെ വിളി അള്ളാഹുവിനെ വിളിക്കലാണോ ഉത്തമം, അതല്ല മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കലാണോ ഉത്തമം? ഇതിനൊന്ന് മറുപടി നിങ്ങളവിടെ പറഞ്ഞു കൊടുക്കണം. ഒരാളെ മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കലാണോ അല്ലെങ്കിൽ അള്ളാഹ്ന്ന് വിളിക്കലാണോ ഉത്തമം? തിരിക്കൊന്നും വേണ്ട, അതിന് വേറെ ചോദ്യം വരാണ്ട്. അതിനാ നിങ്ങളെ മുസ്ലിയാക്കന്മാർ ഇവിടെ കാട്ടിയ പേക്കൂത്തുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ മഹാത്മാക്കൾ അമ്പിയാക്കന്മാരെ വിളിക്കുന്നത് ശിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ബഹുമാന്യനായ അബൂബക്കർ സാഹിബ് വിശാവരത്തിൽ പറഞ്ഞിരുന്നു ഇന്നമാ തൻഖുദുൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മല്ലാ യഅരിഫുൽ ജാഹിലിയത. ജാഹിലിയത്ത് എന്താണ് എന്ന് അറിയാത്തവൻ ഇസ്ലാമിൽ വളർന്നു വരുമ്പോൾ ഇസ്ലാമിന്റെ കണ്ണികൾ ഒന്നായി മുറിഞ്ഞു പോകുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദീർഘവീക്ഷണം. മക്കയിലെ തൗഹീദ് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ മക്കയിലെ ജാഹിലിയത്തും ശിർക്കും എന്താണെന്ന് മനസ്സിലാകുന്ന വലിയ ചിരി. എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് വല്ലാതെ കൊള്ളു അതില്ലേ? സഹോദര, മക്കത്തെ മുശ്രിക്കുകൾ വിളിച്ചത് ആരനെ? മോശക്കാരെ വിളിച്ചത്. ഇബ്രാഹിം നബി മോശക്കാരനാ? ഇസ്മായിൽ നബി മോശക്കാരനാ? മരിച്ചുപോയ മഹാത്മാക്കളായ അമ്പിയാക്കന്മാരെ തന്നെയാണ് അവർ വിളിച്ചത്.
അവർ വിളിച്ചപ്പോൾ മക്കത്തെ അബൂബക്കർ മുശ്രിക്കാണെങ്കിൽ ഇവിടുത്തെ മുക്കത്തെ അബൂബക്കർ മുഹമ്മദൊക്കെ മുശ്രിക്കാവും, അത് ഷിർക്കാവും. അത് മനസ്സിലാക്കുക, തിരിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടെ മക്കത്തെ മുശ്രിക്കീങ്ങളായ ആളുകൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചപ്പോൾ അത് ഷിർക്കാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വിളിച്ചാൽ അത് ഷിർക്കും കുഫറും, അത് ആര് ചെയ്താലും കേട്ടോ. അതുകൊണ്ട് ചിരിച്ച കാര്യം വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജാഹിലിയത്ത് എന്താന്ന് പഠിക്കണം, ഷിർക്ക് എന്താണ്, തൗഹീദ് എന്താന്ന് പഠിക്കണം. മൂപ്പർക്ക് പണ്ടൊരു ചങ്ങായിക്ക് ഒരു കിയാസ് ഉണ്ടായിന്, പന്നിനെ തിന്നാൻ പറ്റുന്നില്ല കിയാസാക്കിയതാ. ലഹൂക്ക ഷാത്തിൻ 4 വാലും കാലും, അതിന് 4 വാലും കാലും ഉണ്ടല്ലോ, അതുകൊണ്ട് ആടിനെ പോലെയാണ്. അതുപോലെ മക്കാ മുശ്രിക്കീങ്ങൾ ആലയിൽ ഞങ്ങളെ കൊണ്ടുപോയി കെട്ടിയിട്ട് സംവാദം ജനങ്ങൾക്കാർക്കും തിരിയാത്ത 4 ഡയലോഗ് അടിച്ചിട്ട് കഴിച്ചിലാകാമെന്ന് നിങ്ങൾ കരുതണ്ട, വിട്ടുക്കണ്, കയ്യെന്ന് വിട്ടുക്കണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കോ, മക്കാ മുശ്രിക്കീങ്ങളെ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ യസ്തക്ബിറൂൻ, അഹങ്കരിച്ചിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ ആൾക്കാരാ ഞങ്ങള്. ഈ അഹങ്കരിച്ചിരുന്ന ഇവരെ ആലി കൊണ്ടേറ്റ് കിട്ടണം, കൊണ്ടുപോകണം വിഷയത്തിന്റെ പുറത്ത് ഒരു ഒറ്റ തട്ട്, പറയണത് മുഴുവൻ തട്ടാനേ ഉള്ളൂ. എത്തായി ISMന്റെ കുട്ടികളോടെങ്കിലും ഒന്ന് ചർച്ച ചെയ്ത് വന്നൂടെ നിങ്ങൾക്ക്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ എന്താ മൂപ്പര് ചോദിക്കണേ? ഏയ് വാപ്പ മരിക്കുന്ന സമയത്ത് എന്ത് പറയലാണ് ഉത്തമം? അതാപ്പ നമ്മളെ വിഷയം. ഏയ് ഉത്തമം എന്താണ് എന്നുള്ളോടത്ത വിഷയം. നിങ്ങൾ എന്ത് കഴിച്ചിട്ടാ മൗലവി വന്നത് എന്ന് ഞാൻ ചോദിക്കണത് വെറുതെ എല്ലാം അത്ഭുതമുണ്ട്. എന്താ ഉത്തമം എന്നുള്ളോടത്ത നമ്മളെ ചർച്ച. ഗുരുതരമായ വിഷയമാണ്. ശിർക്കാണോ അല്ലേ? ശിർക്കല്ല എന്ന് പറയ്. എന്താണ് ഉത്തമം? അടുത്ത ഞങ്ങൾ പഠിപ്പിച്ചു തരും. നിങ്ങളിങ്ങനെ നിൽക്കുക, മുതലാളിമാര് ബിൽറ്റും കെട്ടി കള്ളിത്തിനും എടുത്ത് ഇങ്ങനെ നിൽക്കുക, അങ്ങനെ ചോദിക്കുക ഏമാമാരായിട്ട്. ആ പണി അവിടെ വെച്ചടാ, ശിർക്കുന്ന് ഇങ്ങോട്ട് ചാടി, എന്നിട്ട് പറഞ്ഞുതരാ ഉത്തമം ഏതാണെന്ന്. അതുകൊണ്ട് അടുത്ത ചോദ്യവും ദയനീയമായി ഒരു മൗലവി ഒരു ദയയില്ല നിങ്ങളോട്. കാരണം നിങ്ങൾ വിഷയത്തിന്റെ പുറത്തുള്ളതേ ചോദിക്കണുള്ളൂ, കുട്ടികളോട് പോലും ചർച്ച ചെയ്തില്ല. നിങ്ങൾ വലിയ മൗലവി, ഞങ്ങൾ മുത്താലിമീങ്ങൾ, അതുകൊണ്ട് അടിച്ച് കസർത്തിക്കളയാ എന്ന് കരുതി വന്നതാണ്. പക്ഷേ പെട്ടുപോയി. ചരിത്രമാണിത്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾ SBS കുട്ടികൾ മതി നിങ്ങളോട്. പിന്നെ ഇത് ഞങ്ങളെ ആദർശത്തിന്റെ പവറാടോ, എൻ്റെ പവറല്ല, എൻ്റെ കൂടെയുള്ളവരുടെ പവറല്ല. ഞങ്ങളെ ഉസ്താദുമാർ പറഞ്ഞു തന്നത് അതേ കൃത്യതയോടൊപ്പം പഠിക്കുകയും അതിൽ വിശ്വാസമുണ്ട്. അതിനെ മുന്നേക്ക് നെഞ്ഞും പിരിച്ച് ഇസ്തിഹാദം ചെയ്യാതെ ആ അഹങ്കാരത്തോടു കൂടെ വന്ന പൊളിച്ചടക്കി വിടും ഞങ്ങൾ. അതുകൊണ്ട് തെളിവ്, ഒന്നാമത്തെ തെളിവ് റായിന എന്ന് പറയരുത്. വഖൂലുൻദുർന, ജനങ്ങളെ പഠിച്ചോളൂ, ഉൻദുർന യാ റസൂലല്ലാഹ് എന്ന് പറയണേ മുഅ്മിനീങ്ങളെ. മൗലവി തൊട്ടില്ല, തഫ്സീർ തൊട്ടില്ല. 3 തഫ്സീർ ഇബ്നു കതീർ വായിച്ചു, അബ്ദുൽ മൻസൂർ വായിച്ചു. പോരാത്തതിന് ഞാനതാ എന്തും വായിച്ചു, മഹാന്മാരുടെ മുഴുവൻ ഉദ്ധരണികളും, ഇമാം റാസി തങ്ങളുടെ ഉമൂമിന്റെ ഉദ്ധരണി വായിച്ചു. തൊട്ടില്ല, അവർക്കൊന്നും അടുക്കണില്ല. സുയൂത്തിന്റെ വിവാദത്ത് സുയൂത്തി ഇമാം പറഞ്ഞതാ, ഓരോന്ന് പഠിപ്പിച്ചു തരും. കോപ്പി പേസ്റ്റിന്റെ കഥകൾ ഇവിടെ കൊണ്ടുവരും. നിങ്ങളെ വിടാൻ കരുതിയില്ല. അപ്പൊ ഇവർക്ക് തോന്നുന്നുണ്ടോ സുയൂത്തി ഇമാമിന്റെ ഈ ഭാഗത്തിൽ കുറച്ചൊക്കെ പുടുത്തേണ്ടത്, അയ്യമ്മ കുറച്ചൊക്കെ പുടുത്തേണ്ടെന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ആ പൂതി ഞങ്ങൾ പൊളിച്ചടക്കാൻ പോവാണ്. മുഴുവൻ ചീട്ടുകട്ടോരം പൊളിഞ്ഞു പോകും. രണ്ടാമത് ഞാൻ ഇവിടെ പറഞ്ഞു, അല്ലാഹു തആല തന്നെ യാ അയ്യുഹല്ലദീന ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ, ഷാഹിദും മുബശ്ശിറും നദീറുമാണ് നബി തങ്ങളെന്ന് പറഞ്ഞ അല്ലാഹ് നിർത്തിയില്ല. വഹിർസല്ലിൽ ഉമ്മിയീൻ, ജനങ്ങളെ ഹൃദയമുള്ളവരെ ചിന്തിച്ചോളൂ, ഈ ഉമ്മത്തിന്റെ സംരക്ഷകനാണ്, കാവൽക്കാരനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. കാവൽക്കാരനായി ഈ ഉമ്മത്തിന് ഒരാളെ നിർത്തിയാൽ കാവൽ ചോദിക്കാൻ KNMന്റെ ഓഫീസിൽ നിന്ന് കത്ത് കിട്ടേണ്ടതില്ല, അനീഫ കായക്കൊടിന്റെ ഓർഡർ കിട്ടേണ്ടതില്ല, അനീഫ കായക്കൊടി കുറിച്ചു കൊടുത്ത നോട്ടുമായി വന്ന മൗലവിന്റെയും സമ്മതം കിട്ടേണ്ടതില്ല. തൊട്ടിട്ടില്ല നിങ്ങൾ, സുയൂത്തിന്റെ ഈ ഭാരത്ത് വെച്ച് കളിച്ചു എന്നതല്ലാതെ. തെളിവ് ചോദ്യത്തെ മറന്നുപോയി ഉപരി. നിങ്ങളെന്താ ചോദിച്ചത് തന്നെ മൂപ്പർക്ക് ഓർമ്മല്ല. അപ്പൊ മൂപ്പര് അത് മറന്നുപോയി. അടുത്ത പിടിച്ചോ, മുത്തുനബിയും പറഞ്ഞു. തീരുമാനായി. നിങ്ങളെ 6 അടി മണ്ണിൽ കബറടക്കി ഞങ്ങള്.